വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കേരളം ഈ സമ്മിറ്റിനെ, ഈ ആഗോള നിക്ഷേപ ഉച്ചകോടിയെ കാണുന്നത്. സമാപന ദിവസമായി ഇന്ന് കേരളത്തിലേക്കുള്ള വൻകിട നിക്ഷേപ പദ്ധതികളുടെ പ്രഖ്യാപനം ഉണ്ടാകും. 30,000 കോടിയിലധികം രൂപയുടെ നിക്ഷേപങ്ങളാണ് ഇതിനകം പ്രഖ്യാപിച്ചിരിക്കുന്നത്. കേരളത്തിന്റെ വികസന രംഗത്ത് വൻ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുന്ന അന്താരാഷ്ട്ര നിക്ഷേപക സംഗമം ഇന്ന് അവസാനിക്കുമ്പോൾ വൻ നിക്ഷേപങ്ങളുടെ പ്രഖ്യാപനങ്ങളാണ് പ്രതീക്ഷിക്കുന്നത്. കേരളം 2047 എന്ന സെഷനോടുകൂടിയാകും നിക്ഷേപക സംഗമം അവസാനിക്കുക. നിക്ഷേപക സംഗമത്തിന്റെ പരിണിതഫലം വരും ദിവസങ്ങളിൽ വ്യക്തമാകുമെന്ന് സർക്കാർ പറയുമ്പോൾ എത്ര കോടി രൂപയുടെ നിക്ഷേപമാകും കേരളത്തിലെത്തുക എന്നതിൽ ഏറെക്കുറെ ചിത്രം തെളിയും. മലേഷ്യ, ഫ്രാൻസ് രാജ്യങ്ങളുടെ പങ്കാളിത്തം ഇന്നത്തെ നിക്ഷേപക സംഗമത്തിൽ ഉണ്ടാകും. നിക്ഷേപക നിർദ്ദേശങ്ങളുമായി എത്തുന്ന സംരംഭകരുമായി താൽപര്യപത്രത്തിന് കൈകൊടുക്കുന്ന സർക്കാർ അവ നടപ്പിലാക്കാനാകും പരമാവധി ശ്രമിക്കുക. അടുത്ത 5 വർഷത്തിനുള്ളിൽ അദാനി ഗ്രൂപ്പ് കേരളത്തിലെ വിവിധ പദ്ധതികളിലായി 30,000 കോടി രൂപയാകും നിക്ഷേപിക്കുക. ആസ്റ്റർ DM ഹെൽത്ത് കെയർ ഇപ്പോൾ 850 കോടി രൂപയുടെ നിക്ഷേപം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. IT, ഭക്ഷ്യസംസ്കരണ മേഖലകളിൽ വമ്പൻ നിക്ഷേപത്തിനാണ് ലുലു ഗ്രൂപ്പ് തയ്യാറെടുക്കുന്നത്. അഭിപ്രായ ഭിന്നത നിലനിൽക്കുമ്പോഴും പ്രതിപക്ഷത്തിന്റെ പൂർണ്ണ പിന്തുണയുള്ള സംഗമത്തിൽ ഇന്ന് പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി പങ്കെടുക്കും. 24 കൊച്ചി.